പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനൊരുങ്ങി നഴ്സുമാർ. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ നടത്തുന്ന സമരത്തിന് പ്രശ്നപരിഹാരം കാണാൻ സർക്കാർ ഇന്ന് ചർച്ച നടത്തിയില്ലെങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നേഴ്സുമാർ. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ നേഴ്സുമാർ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാന ആവശ്യം തന്നെ. ഇത്തരത്തിൽ ഈ ഒരു സമരത്തിൽ പ്രശ്നപരിഹാരം കാണണമെന്നാണ് നേഴ്സുമാരുടെ ആവശ്യം. സർക്കാർ ഇന്ന് ചർച്ച നടത്തിയില്ല എങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷനൊക്കെ അറിയിക്കുന്നത്. ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിലൊക്കെ ആയിരിക്കും എന്തായാലും അന്തിമ തീരുമാനമുണ്ടാകുക. എന്തായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് നേഴ്സുമാർ. ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിൽ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴിതാ നേഴ്സുമാരും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. ഇവരുടെയും ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ശമ്പള പരിഷ്കരണവും ആവശ്യത്തിലുള്ള തസ്തികകൾ സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ഇവരുടെയും ആവശ്യങ്ങൾ. എന്തായാലും ഈ ഒരു ആവശ്യം നടപ്പിലാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രശ്നപരിഹാരം കാണാൻ സർക്കാർ ഇന്ന് ചർച്ച നടത്തിയില്ല എങ്കിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ചേരുന്ന അന്തിമ യോഗത്തിലൊക്കെ ആയിരിക്കും തീരുമാനമുണ്ടാവുക. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധവുമായി സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ. സംസ്ഥാന വ്യാപകമായി പണിമുടക്കിയാണ് പ്രതിഷേധം. ആശുപത്രികളെ അടിയന്തര വിഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നഴ്സുമാരുടെ സേവനമുള്ളത്. കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് നഴ്സുമാരുടെ പ്രധാന ആവശ്യം. ഇതിനു പുറമെ ആരോഗ്യ മേഖലയിലെ കരാർ നിയമനങ്ങൾ നിർത്തലാക്കുക, കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പിലാക്കുക, നഴ്സിംഗ് അധ്യാപകർക്ക് UGC സ്കെയിൽ നൽകുക, രോഗി നഴ്സ് അനുപാതം നിയമാനുസൃതമായി നടപ്പാക്കുക, ലേബർ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചാണ് നഴ്സുമാരുടെ സമരം. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർ മാസങ്ങളോളം സമരം ചെയ്തിട്ടും അവരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ തയ്യാറാകാത്ത ഗവൺമെന്റാണിതെന്നും സമരം ചെയ്യുന്നവരോട് പുച്ഛമുള്ള ഗവൺമെന്റിന് നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ മാർച്ച് തടസ്സപ്പെടുത്താനും ഈ പരിപാടി അലങ്കോലപ്പെടുത്താനും ശ്രമിച്ച സംസ്ഥാന സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമരം ചെയ്യുന്നവരോട് പുച്ഛമുള്ള ഗവൺമെന്റാണ് ഇവിടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട ആശാ വർക്കർമാർ 100 ദിവസത്തിലേറെ സമരം ചെയ്തിട്ടും അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഗവൺമെന്റാണ് ഇവിടെ. ഇന്ന് കേരളത്തിലെ പ്രമുഖ ആശുപത്രികളെല്ലാം ബ്ലാക്ക് സ്റ്റോൺ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആശുപത്രികളൊക്കെ, പ്രൈവറ്റ് ആശുപത്രികളെല്ലാം അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ചെറിയ ആശുപത്രികൾ മാത്രമേ ഉള്ളൂ അയൽക്കാത്തത്. ഞാൻ അത് എടുത്തു. ഫിനിഷ്ഡ് ആയിട്ടുള്ള എല്ലാ ആശുപത്രികളും ബ്ലാക്ക് സ്റ്റോൺ എന്ന മൾട്ടിനാഷണൽ കമ്പനി ഏറ്റെടുക്കുകയാണ്. അവർക്ക് വേണ്ടിയാണോ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള അന്താരാഷ്ട്ര കുത്തക കമ്പനിക്ക് വേണ്ടി എന്തിനാണ് ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്? സ്വകാര്യ ആശുപത്രിയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഒരു മാന്യതയല്ലേ?